കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ റഷ്യ ഉക്രൈൻ നേരെ പ്രയോഗിച്ചത് 900ഓളം ഡ്രോണുകളാണ്. വമ്പൻ ആക്രമണമെന്ന് തന്നെ പറയേണ്ടി വരും. ട്രംപ് ഇതിനെതിരെ രംഗത്ത് വന്നു. ട്രംപ് പറഞ്ഞത് റഷ്യയുടെ പതനത്തിന് ഇത് ഇടയാക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. ഇതിന് കാരണമായിട്ട് റഷ്യ പറയുന്നത് പുടിൻ കുർസ്ക് മേഖല സന്ദർശിക്കുന്ന വേളയിൽ പുടിന്റെ ഹെലികോപ്റ്ററിന് നേരെ നൂറുകണക്കിന് ഡ്രോണുകളാണ് ഉക്രൈൻ തൊടുത്തുവിട്ടതെന്നും തലനാരിഴയ്ക്കാണ് ഞങ്ങളുടെ പ്രസിഡന്റ് രക്ഷപ്പെട്ടതെന്നും അവിടെ വ്യോമ പ്രതിരോധ വക്താവ് യൂറി ഡാഷ്നിക് പറയുന്നു. ഒപ്പം തന്നെ ടാസ് അവരുടെ മുഖപത്രമായ ടാസും ഇത് സ്ഥിരീകരിക്കുന്നു. അതായത് ഉക്രൈൻ്റെ അതിർത്തി പ്രദേശമാണ് കുർസ്ക് മേഖല. ഇവിടെ റഷ്യൻ സേന കൈയടക്കിയിരുന്നു എന്ന് പറഞ്ഞൊരു പ്രദേശമാണ്. ഇതിൻ്റെ ഭാഗം സന്ദർശിക്കാൻ പോകുമ്പോഴാണ് പുടിന് നേരെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായത് എന്ന് പറയുന്നത്. ഇതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ നടക്കുന്നത് കൂടി റഷ്യ പറയുമ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നാറ്റോ, അത് ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ജർമ്മനി പറയുന്നത് നാറ്റോ രാജ്യം ഉടൻ റഷ്യക്ക് നേരെ മിസൈൽ ആക്രമണത്തിന് തയ്യാറെടുക്കണമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഉക്രൈന് കൂടുതൽ ആയുധം നൽകാനുള്ള തീരുമാനവും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് ബെർമാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഫ്രാൻസും രംഗത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. യുദ്ധമാണ് പുടിൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് തയ്യാറെടുക്കുക എന്നൊരു സന്ദേശമാണ് ഇമാനുവൽ മാക്രോണും നൽകുന്നത്. ഏതായാലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നാറ്റോയും ഒക്കെ യുദ്ധപ്രഖ്യാപനം നടത്തുന്ന വേളയിൽ റഷ്യ പോളണ്ടിൻ്റെയും ഫിൻലൻഡിൻ്റെയും ഒക്കെ അതിർത്തിയിൽ സൈനിക വിന്യാസം വീണ്ടും കൂട്ടുകയാണ്. ഏതായാലും ഒരു ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഒരു ചെറിയ തീപ്പൊരി മതി ലോകം മുഴുവൻ കത്തിപ്പടരുന്ന വലിയ യുദ്ധമായി അത് മാറാൻ. ന്യൂസ് ഡെസ്ക് മലയാളം.